ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഷാജിദയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ അത്രയ്ക്ക് മാത്രം ഞാൻ അന്ന് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത്രയ്ക്ക് മാത്രം കമൻസും കാര്യങ്ങളും നെഗറ്റീവ് കമൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഇത് വീണ്ടും വീണ്ടും എടുത്ത് ചർച്ച ചെയ്യുന്നത്. ഞാൻ നിർത്താൻ പോവുകയാണെന്ന് വിചാരിച്ചാലും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ളത് കാണുമ്പോൾ എനിക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല. അത്രയ്ക്ക് മാത്രം അതപ്പതിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഷാജിദയുടെ പോക്ക്. അതുപോലെ തന്നെ ഷാജിദയുടെ ഓരോ വീഡിയോസുകളും എടുത്ത് നോക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് എന്താ പറയുക, ഞെട്ടിക്കുന്ന ഓരോരോ ഇതാണ് വരുന്നത്. എന്തിനാണ് ഇത്രയ്ക്ക് മാത്രം ഈ ഷാജിദ ഈ അതപ്പതിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്താ പറയുക, ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് മറ്റൊരാളെ വിവാഹം കഴിച്ചു എന്ന് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ തെറ്റായൊരു ഇത് പ്രചരിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇവൾക്ക് തോന്നുന്നില്ല ഇതൊക്കെ തെറ്റാണെന്ന് തോന്നുന്നില്ല എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത്. ആ 5 മക്കളെ ഓർത്തിട്ടെങ്കിലും ഇങ്ങനെയുള്ള തെറ്റായ പ്രചരണങ്ങൾ കൊടുക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും ആലോചിക്കാമായിരുന്നു. അവൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് കഷ്ടത്തിൽ നിന്നാണ് വന്നത്. ശരിയാണ്, കഷ്ടത്തിൽ നിന്ന് വന്നാലും ഇങ്ങനെ നുണ പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നും പൈസ വാങ്ങിച്ച്, അപ്പോൾ ഈ പൈസ അയച്ചു കൊടുത്തവരൊക്കെ എന്തായി? എത്ര ആളുകളാണ് ഇവളുടെ മക്കളെയും ഇവളെയും വിശ്വസിച്ചിട്ട് എത്ര ആളുകളാണ് ലക്ഷങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പണമൊക്കെ വന്ന സമയത്ത് ഇത്രയ്ക്ക് മാത്രം അഹങ്കരിക്കേണ്ട കാര്യം ഇവൾക്ക് ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ പോയതാണെങ്കിൽ എല്ലാ ആളുകളും എന്താ പറയുക, മനസ്സിലേറ്റി സ്നേഹിച്ചാണ്. ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും തിരിച്ചു പറയുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. 1-2 യൂട്യൂബേഴ്സ് കളിയാക്കി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കളിയാക്കിയവരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം എന്തായി? ഇപ്പം ആര് പറഞ്ഞതാണ് ശരി? അപ്പോൾ അതാണ് തെറ്റൊരിക്കലും വിജയിക്കില്ല. നന്മയ്ക്ക് തന്നെയാണ് എപ്പോഴും വിജയം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അന്ന് അത് സത്യമായിരുന്നു. ഏഷണി പറയുന്നു, പരദൂഷണം പറയുന്നു, ഇതൊന്നും ഏഷണി പരദൂഷണമൊന്നും പറയല്ല. ഇത് അവൾ തന്നെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ വിളിച്ചു കൂവിയപ്പോൾ റിയാക്ഷൻ ചെയ്യുന്നവർ അതെന്തായാലും എടുത്ത് റിയാക്ഷൻ ചെയ്യും, അത്രയേ ഉള്ളൂ. ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ട് ഒരാളെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഞെട്ടിക്കുന്ന വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നിട്ടുണ്ട്. ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ഫോട്ടോ ഇവിടെ കണ്ടല്ലോ, ഈ സ്ക്രീനിൽ കിടക്കുന്ന ഒരു ഫോട്ടോ കണ്ടോ? ഈ ഒരു ഫോട്ടോയിൽ ഫെഡറൽ ബാങ്കിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് ട്രാൻസാക്ഷൻ നടത്തിയതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 43,500 രൂപ ഷാജിദയ്ക്കാണ് ഇത് അയച്ചിട്ടിരിക്കുന്നത്. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിലുണ്ട്. അതിലെ ഡേറ്റ് ആണ് ഞാനത് ഇടാൻ കാരണം. ഡേറ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. November 13, 2024 8:03, അതായത് പകൽ സമയത്ത്. അപ്പൊ ആ November 13 എന്നുള്ള ഡേറ്റ് മനസ്സിലായല്ലോ. ഇത് 43,500 രൂപ ഷാജിദയ്ക്ക് കൊടുത്ത ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ആണ്. ഇതില് ഈ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പറയുന്ന വെച്ചാൽ, ഈ ഒരു ഷാജിദയുടെ കഴുത്തിൽ കിടക്കുന്ന മഹർ എന്ന് പറയുന്ന ആ ഒരു മാലയുണ്ടല്ലോ, അത് ഈ ഷറഫലി കൊടുത്തതല്ല, പകരം മറ്റൊരാളാണ് ഈ ഒരു മാല വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് കേട്ടോ. 43,500 രൂപ എന്ന് പറയുന്നത്. ഈ ഷറഫലിയെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അതിലും ആ ഷറഫലിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, ആ മാല എന്ന് പറയുന്നത് ഷറഫലി വാങ്ങിച്ചു കൊടുത്തതല്ല എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട്. മാല വാങ്ങിക്കാനുള്ള ആ ഒരു ട്രാൻസാക്ഷൻ ഐഡിയും അതിന് പിന്നാലെ തന്നെ ഈ ഒരു ഫോട്ടോയും അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഷാജിദ ആ മാലയൊക്കെ ഇട്ട് അയച്ചു കൊടുത്ത, അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി അയച്ചു കൊടുത്ത ആ വ്യക്തി തന്നെയാണ് ഈ ഫോട്ടോയും ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു മാല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി പൈസ കൊടുത്തിരുന്നത്. ആ മാല വാങ്ങിച്ച് ഇട്ടുകൊണ്ട് നമ്മുടെ ഷാജിദ അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. എന്തായാലും ഈ ഒരു പുള്ളിക്കാരൻ എന്ന് പറയുന്ന റൌഫ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. ആ പുള്ളിക്കാരൻ ഇപ്പൊ മിക്ക യൂട്യൂബേഴ്സിനും ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസും വോയിസ് റെക്കോർഡും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഷാജിദയുടെ എന്താണ് ഇവിടെ സംഭവം എന്നുള്ളത് നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് എന്താണെന്ന് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. ലോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട്, അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ലോക്കറ്റ് അടിക്കാൻ കൊടുത്തിരിക്കുന്നു, അതിന് 11,000 രൂപ വേണം, അതായത് അഡ്വാൻസ് കൊടുക്കാൻ വേണം എന്നാണ് നമ്മുടെ ഷാജിദ പറയുന്നത്. അപ്പൊ ഈ ഒരു വോയിസ് റെക്കോർഡും ആ ഒരു വ്യക്തി അയക്കുന്നുണ്ട്. ഇതിൽ ബാക്കിയുടെ കേട്ടു നോക്കാം. ആഗ്രഹമല്ലേ ഇപ്പൊ പൂർത്തിയാക്കി കൊണ്ടിരിക്കണ്. പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ? വേഗം പറയും. റഹൂഫ് സ്പെല്ലിങ് വിട്ടി എങ്ങനെയാണെന്ന് കണ്ടോ? ആ മാല വാങ്ങിച്ചിട്ട് പേരെന്താ കൊടുക്കണ്ടേന്ന് ഷാജിദ ചോദിക്കുന്ന ആ ഒരു വോയിസ് തന്നെയുണ്ട്. റഹൂഖ് എന്ന് ഷാജിദ പറയുന്നുണ്ട്. അതിന്റെ സ്പെല്ലിംഗ് കൂടെ പുറത്ത് പറയണം എന്നാണ് പറയുന്നത്. എന്തായാലും നമ്മളിവിടെ ഷറഫ് അലി എന്നുള്ള പേരല്ല കേട്ടത്, റഹൂഖ് എന്ന് നമ്മുടെ ഷാജിദയുടെ വായിൽ നിന്ന് തന്നെയാണ് ആ പേര് വന്നിരിക്കുന്നത്. ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങള് അവിടുന്ന് നാട്ടിക്ക് എപ്പോഴും വരാം? അടുത്ത മാസം വരുമോ? അടുത്ത മാസം വരണമെന്നുണ്ടെങ്കിൽ നിക്കാന്റെ കാര്യങ്ങൾ നോക്കാനാണ്.
വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം. പിന്നെ നമുക്ക് വീട് മേടിക്കാം, അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിൽക്കാൻ വെച്ചിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ. ഇല്ലാന്ന് നിൽക്കാൻ വെച്ചാൽ സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത്. എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക്. അതൊന്ന് മാറ്റി കിട്ടണം. എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനൊരാളുണ്ട്, ആള് വേണം എനിക്ക്. അത് മാത്രല്ല എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മൾ കൂടെ വേണം. അത് മസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിലേ ജീവിതം വേസ്റ്റ്. ഇവൾക്ക് അന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്തവരെയൊക്കെ ഭയങ്കരമായിട്ട് പുച്ഛിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്തവരിൻ്റെയൊക്കെ താഴെ പോയിട്ട് ഇങ്ങനെയുള്ള ബാഡ് കമൻസുകൾ നിന്നെ ഞാൻ കാണിച്ചു തരാം, എനിക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. നിന്നെ ഞാൻ നീ സൂക്ഷിച്ചോ, നിനക്കുള്ള പണി വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെയും കുറേ പേരുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് ഒട്ടുമിക്ക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെയൊക്കെ ഇതിൽ പോയിട്ട് ഒട്ടുമിക്ക ആൾക്കാരുടെ ഇതിലും പോയിട്ട് ഭയങ്കരമായിട്ട് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമൻസ് ശരിയാണ്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണ് ആ ഒരു ലേബലിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു കല്യാണം കഴിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ ഒരാളിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മറ്റൊരാളുടെ പേര് പറഞ്ഞ് മറ്റൊരാളുടെ കൂടെ കറങ്ങാൻ പോയ ആ ഒരു ഇതാണ് ആർക്കും മനസ്സിലാവാത്തത്. അതാണ് നീ വ്യക്തമാക്കേണ്ടത്. അല്ലാതെ നീ ഇപ്പോൾ ആ റൌഫ് എന്ന് പറഞ്ഞ വ്യക്തിയിൽ നിന്ന് പൈസ വാങ്ങിച്ച് മഹർ എടുത്തിട്ടുണ്ട് എങ്കിൽ അയാളെ കല്യാണം കഴിച്ച് അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. പിന്നെ ഇങ്ങനെയുള്ള നാറിയ കളി, അല്ലെങ്കിൽ ഷറഫ് അലി എന്നുള്ള ആളാണ്, എസ് എന്നാണ് അതിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്നൊക്കെ കാണിച്ചിട്ട് അതൊക്കെ ആ ഒരു ലോക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള നാറിയ കളി എന്തിനാണ് കളിച്ച് എന്നാണ് ഷാജിദ പറയേണ്ടത്. അപ്പം നീ എന്ത് വേണമെങ്കിലും ചെയ്തു, എന്ത് വേണമെങ്കിലും കാണിച്ചു. പക്ഷേ ഇങ്ങനെയുള്ള ഓരോ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും പൊട്ടക്കള്ളങ്ങളും വിളിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കണം. എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എനിക്കത് അബദ്ധം പറ്റിയതാണ്, എനിക്ക് അറിയാതെ പറഞ്ഞതാണ്, അതൊരു കയ്യബദ്ധമാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഷാജിദ. ഇപ്പം തന്നെ കണ്ടില്ലേ എത്ര മാത്രം നുണകൾ നിനക്ക് പറയേണ്ടി വന്നു. ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1001 കള്ളം നിനക്ക് ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഒരു 1001 നുണകൾ പറയേണ്ടി വന്നു. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. അത് എത്രയ്ക്ക് മാത്രം നിൻ്റെ ലൈഫിനെ ബാധിക്കുന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? നിൻ്റെ മക്കളെ അത് എത്രമാത്രം ബാധിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം എന്തായി, നിൻ്റെ നാത്തൻ റംല പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് സത്യങ്ങളായി എന്നാണ് ഇപ്പോൾ പലരും പറഞ്ഞ് നടക്കുന്നത്. ഓരോ കമൻസുകളും എടുത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ എന്താണ് എന്നെ നെഗറ്റീവ് പറഞ്ഞവർ തന്നെ, ആ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ തന്നെ ഇപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസിന് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് അന്ന് തെറ്റുപറ്റിയതാണ്, നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ അറിയാതെ നിങ്ങളന്ന് കുറ്റപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കമൻസുകൾ വന്നു. അപ്പം മനസ്സിലായി, ഞാൻ അന്ന് ഒന്നും പ്രതികരിക്കാൻ പോയില്ല. അതുപോലെ തന്നെ പല ആളുകളും കളിയാക്കുന്ന രീതിയിൽ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെ കളിയാക്കുന്ന രീതിയിൽ ഒരു പെണ്ണിനെ ചേതോവധം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ചേതോവധം ചെയ്യാനുള്ള ഇത് ആരാണ് ഇട്ടുകൊടുത്തത്? നീ തന്നെയാണ് ഇട്ടുകൊടുത്തത്. ഇത്രയ്ക്ക് മാത്രം പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. നിനക്ക് നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ചതാണെങ്കിൽ നിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നേനെ, എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നേനെ. ആ 5 മക്കൾ കൂടെ നിന്നേനെ. ആ 5 മക്കളുടെ ഭാവി അത് നീ ആലോചിച്ചു. നീ പറയുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവർ വീഡിയോ ഇടുമ്പോൾ എനിക്കാണ് അതിൻ്റെ ഇത്, നീയാണ് അതിനുള്ള ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഇൻ്റർവ്യൂവിൽ പോയിട്ട് നിൻ്റെ ഉള്ളെടുക്കാൻ വേണ്ടി പല ആളുകളും പല രീതിയിൽ നിന്നെ എന്താണ് ഇത് ചെയ്യുന്നുണ്ട്. നീ വിചാരിക്കും ഇൻ്റർവ്യൂവിൽ പോകുന്ന സമയത്ത് നിനക്ക് അത് ഒരുപാട് റീച്ചാവും, ഒരുപാട് ഉന്നതകളിൽ എത്താൻ പറ്റും എന്നുള്ളത് നീ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നീ ഓരോ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്തോറും നിൻ്റെ ജീവിതം അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തെല്ലാം കള്ളത്തരങ്ങൾ നിനക്ക് പറയേണ്ടി വന്നു. ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നിനക്ക് വിളിച്ച് പറയേണ്ടി വന്നു. ആരുടെയൊക്കെ മുമ്പിൽ നിനക്ക് ഒരു ഇതായിട്ട് നിൽക്കേണ്ടി വന്നു. നിനക്ക് എങ്ങനെ സമാധാനത്തോടു കൂടി ഇനി ഉറങ്ങാൻ കഴിയും? നിനക്ക് ഇത്രയും നിന്നെ വിശ്വസിച്ച് പൈസ അയച്ചു തന്ന ആളുകളൊക്കെ ഇപ്പോൾ എന്തായി? അവരൊക്കെ പ്രാകുന്നുണ്ടാവില്ലേ? എന്തിനാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കണ്ടെന്ന് ആരും പറയുന്നില്ല. നീ നല്ലൊരു രീതിയിൽ കല്യാണം കഴിച്ച് ആ ഭർത്താവിനെ കാണിച്ച് മുന്നോട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നതാണെങ്കിൽ നിനക്ക് എല്ലാവരും സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടാവും. പക്ഷെ നീ അതിനെല്ലാം വിപരീതമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടിയത്. അത് നിന്നെ നാശത്തിലേ കൊണ്ടെത്തിച്ചുള്ളൂ. ഇപ്പോൾ എല്ലാ ആളുകളും നിന്നെ പച്ചയ്ക്ക് ചീന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഇത് ആരാണ് ഇടവരുത്തിയത്?
പിന്നെ ആളുകൾ ഞാനിട്ട ഇതിന് പച്ചയിറച്ചി തിന്നുന്നു എന്ന് പറയുന്നുണ്ട്. പച്ചയിറച്ചി തിന്നേണ്ട കാര്യമൊന്നും എനിക്കില്ല. റിയാക്ഷൻ ചെയ്യുന്നവർ ഇങ്ങനെ തന്നെയാണ്, പല കാര്യങ്ങളും അറിയുന്നത് എടുത്ത് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ ആരുടെയും പച്ചയിറച്ചി തിന്ന് പൈസ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യം ഞങ്ങൾക്കില്ല, റിയാക്ഷൻ ചെയ്യുന്നവർക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ ഇപ്പോൾ എന്തായി? അപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. എനിക്ക് അത്രയും മതി. എന്നെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ച ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് വീഡിയോ ചെയ്തതുപോലെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് യാതൊരു വീഡിയോയും ചെയ്തിട്ടില്ല. ഞാനെല്ലാം കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോകളും ചെയ്തത്. 1-2 യൂട്യൂബേഴ്സ് എന്നെ വിളിച്ച്, ഇവിടെ സപ്പോർട്ട് ചെയ്ത യൂട്യൂബേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ഞങ്ങൾക്ക് അബദ്ധം പറ്റി, ഇവിടെ ഇത്രയ്ക്ക് മാത്രം ഇതാണെന്നുള്ളത് വിചാരിച്ചില്ല, നീയായിരുന്നു ശരി എന്ന് പറഞ്ഞിട്ട് എന്നെ കുറ്റം പറഞ്ഞ് എന്നെ ഇതാക്കിയവർ, എന്നെ സംശയിച്ചവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നന്നായി ഷാജിദ, നിനക്ക് ഇനിയെങ്കിലും എപ്പോഴും പറയുന്നത് പോലെ ഇനിയെങ്കിലും പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുക. നമ്മൾ ഇപ്പോൾ എന്താണ്, നീ ഒരു വീഡിയോ ഇട്ടു, നിനക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് മറ്റുള്ളവരത് എന്താണ് ഇത് ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നീ അവരുടെ പുറകെ നടക്കേണ്ട ഗതികേട് വരും. അവരൊരിക്കലും അത് ഡിലീറ്റ് ചെയ്യില്ല. അത് റീച്ചായി കഴിഞ്ഞാൽ അത് ഒരിക്കലും അവർ ഡിലീറ്റ് ചെയ്യില്ല. അവരത് അവൻ്റെ ചാനലിൽ അത് കിടക്കുക തന്നെ ചെയ്യും. ഇതിപ്പോൾ നിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് അത് പല വാക്കുകളായിട്ട് പല ഭാഗത്തും പല രീതിയിലാണ് സ്പ്രെഡായി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുക. ഇനി ഓരോ ഇൻ്റർവ്യൂ കൊടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല. ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ നിൻ്റെ ഉള്ളെടുക്കാൻ വേണ്ടി അവർ പല രീതിയിലും ഓരോ കാര്യങ്ങൾ ചോദിക്കും. അതിന് തക്കതായ മറുപടികൾ മാത്രം കൊടുക്കുക. എല്ലാം തുറന്ന് പറയുന്ന സമയത്ത് ഒരു കള്ളം മറയ്ക്കാൻ 100 കള്ളങ്ങൾ പറയേണ്ടി വരും. അതാണ് ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇനിയും ഇവളുടെ വീഡിയോ ചെയ്യാതിരിക്കട്ടെ എന്നാണ് എനിക്ക് ഇതാവണത്. എന്താ ചോദിച്ചാൽ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വിലയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് മാത്രം ഓരോന്നും എടുത്ത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അന്നേ അവസാനിപ്പിച്ചാണ്. പക്ഷേ വീണ്ടും വീണ്ടും എടുത്ത് ചെയ്യാനുള്ള കാരണം ഞാൻ അന്നിട്ട വീഡിയോയ്ക്ക് ഇപ്പോഴും ഒരു ബാഡ് കമൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിനക്ക് എന്തിനാണ് അവളുടെ കാര്യം നോക്കേണ്ട കാര്യം, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധയോടുകൂടി ആ മക്കളെ ഓർത്ത് ഇനിയെങ്കിലും ആലോചിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് എനിക്ക് ഷാജിദയോട് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.